ഇനി മലപ്പുറത്തേക്ക് പോയാൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ആകെ 79.81% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് പോളിംഗ് പൊന്നാനിയിലാണ്. വൈകിട്ട് 6-ന് ശേഷവും ചില മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നിരയുണ്ടായിരുന്നു. ക്യൂവിൽ നിന്ന് എല്ലാവർക്കും ടോക്കൺ കൊടുത്ത് 9 മണിയോടെയാണ് വോട്ടെടുപ്പ് പൂർത്തിയാക്കിയത്. സോണൽ കൃഷ്ണയുടെ വിശദാംശം നൽകാൻ. സോണൽ, ഇന്ന് മലപ്പുറത്തെ ചിത്രം എങ്ങനെയായിരുന്നു? ഈ 6 മണിക്ക് ശേഷം വലിയ ക്യൂ ഒക്കെ കണ്ടിരുന്നു. വളരെ വൈകിയാണ് വോട്ടിംഗ് പൂർത്തിയായതല്ലേ? തീർച്ചയായിട്ടും വൈകിട്ട് 6 മണിക്ക് ശേഷം 12 ബൂത്തുകളിലാണ് ജില്ലയിൽ വോട്ടെടുപ്പ് പൂർത്തിയാകാതെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. രാത്രി 9 മണിക്ക് ശേഷമാണ് 3ഓളം മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. മെഷീനുകളിലെ തകരാറും അതുപോലെ തന്നെ ഓപ്പൺ വോട്ടുകളുമാണ് ഈ വോട്ടുകൾ, അതായത് വോട്ട് രേഖപ്പെടുത്തുന്നത് വൈകാൻ കാരണമായിട്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ജില്ലയെ സംബന്ധിച്ച് 79.68% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. ഇനിയും കണക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട്. പോസ്റ്റലും മറ്റും കൂട്ടിച്ചേർക്കുമ്പോൾ ഏകദേശം 80 കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് ഏറനാട് മണ്ഡലത്തിലാണ്. 83.27% പോളിംഗ് ആണ് അവിടെ നടന്നത്. കുറവ് നടന്നിട്ടുള്ളത് പൊന്നാനി മണ്ഡലത്തിലാണ്. 71.97% പോളിംഗ് ആണ് പൊന്നാനി മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. എന്തായാലും ഇരു മുന്നണികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്, ആശങ്കകളുമുണ്ട്. മലപ്പുറത്തെ മുഴുവൻ മണ്ഡലത്തിലും UDF വിജയിക്കും എന്നുള്ളതാണ് UDF ക്യാമ്പ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ LDF ക്യാമ്പ് പറയുന്നത് 4ൽ കൂടുതൽ സീറ്റ് ജില്ലയിൽ നിന്ന് തങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ്. എന്തായാലും പൊന്നാനിയെ സംബന്ധിച്ചൊക്കെ പോളിംഗ് കുറഞ്ഞത് വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് LDFിനെ സംബന്ധിച്ച്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാവും. എന്തായാലും അവസാനത്തെ ആർക്കും 6 മണിക്ക് മുൻപേ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന അവസാനത്തെ ആർക്കും വോട്ടുറപ്പിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പിരിഞ്ഞു പോയിട്ടുള്ളത്. സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.